ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 അവസാനത്തെ പെൻഷൻ വിതരണം, അതായത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. 3200 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് 3200 രൂപ, അതായത് നവംബർ മാസത്തിലെ പെൻഷൻ തുകയും കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയാണ് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത്. കുടിശ്ശിക പെൻഷൻ 5 മാസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 1 മാസത്തെ കൊടുത്തു തീർത്തു. ഇനി 4 മാസത്തെയാണ് നൽകാനുള്ളത്. അതിൽ 1 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ ഡിസംബറിൽ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും 3200 രൂപ എന്നുള്ളത്. ബാക്കി പതിയെ സർക്കാർ വിതരണം ചെയ്യുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ പുരോഗമിക്കുന്നു. ഡിസംബർ 16 വരെ സംസ്ഥാനത്തെ 88.41% മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി KYC അപ്ഡേഷൻ സമയപരിധി 2024 ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. സ്മാർട്ട് ഫോൺ വഴി മസ്റ്ററിംഗ് നടത്തുന്ന ഫേസ് ആപ്പിലൂടെ 1,20,904 റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, അതുപോലെ കുട്ടികൾ, പോസ്റ്റിൽ വിരലടയാളം പതിയാത്തവർ എന്നിവർക്ക് ഐറിസ് സ്കാനറിൻ്റെ സഹായത്തോടു കൂടിയുള്ള പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് KYC അപ്ഡേഷൻ നടത്തിവരുന്നു. മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ KYC അപ്ഡേഷൻ 100% പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും ഈ അവസരം പ്രയോജനപ്പെടുത്തി KYC അപ്ഡേഷൻ പൂർത്തിയാക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി അറിയിച്ചു. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.